സമ്മതിക്കുന്നത്. എന്തോ ഒരു ശല്യം, എന്തൊക്കെ ശല്യം, സ്വച്ഛയോ ഭൂതലോ ഇന്നതൊക്കെ. എൻ്റെ അമ്മേ, അമ്മ ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല. അയ്യോ, ഞാൻ ഈ ഉടുപ്പല്ലല്ലോ ഇട്ടിരുന്നത്, എൻ്റെ പാൻറ് ഷർട്ടും. അയ്യോ, ഞാനിട്ടുകൊണ്ട് പോയ പാൻറ് ഷർട്ട് ഇതാരത് ഊരിയത്? ഞാനല്ലല്ലോ. ഞാൻ പ്രേതം. ഉറക്കം വന്നിട്ട് സമ്മതിക്കില്ല. എന്റെ വീട്ടിൽ കൊടുത്തുറങ്ങാനോ സമ്മതിക്കില്ല. വേദനയുള്ളതാ, പെണ്ണെ മാത്രം ഉറങ്ങാൻ പറ്റത്തുള്ളൂ. പറ്റില്ല. എന്റെ ബെഡിൽ എന്റെ അനുവാദമില്ലാതെ പ്രവേശിച്ച നിന്നെ വിടില്ല. നിന്റെ രക്തം ഞാനോ ഈ ബാലരമയ്ക്കകത്ത് പൂമ്പാറ്റയ്ക്കും അതൊക്കെ കണ്ടത് പ്രേതങ്ങൾ ഉണ്ടപ്പോ യഥാർത്ഥത്തിൽ ഉണ്ടോ ശരിക്കും? ഈ കൈ കൊണ്ട് പിടിക്കുന്നവരോട് പിടിക്കും. ബോഡി സ്പ്രേ ഒക്കെ ഭയങ്കര വില. വയസ്സ് എനിക്ക് നല്ല സുഖമുണ്ട്. ഇവിടെ നിന്ന് തിരുമിത്ത നിന്നെ സുഖിപ്പിക്കാനല്ല ഞാൻ വന്നത്. നിന്റെ രക്തം അപ്പൊ രക്തമാണ് വേണ്ടത് അല്ലേ? രക്തം കുടിക്കാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? എന്തത് മനുഷ്യരുടെ ശല്യം മൂത്തിട്ടാ 2 ദിവസം വാടക വീട്ടിലോട്ട് വന്നത്. ഇവിടെ എങ്ങാനും ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാൻ നോർത്തു വന്നു. അപ്പൊ ഇവിടെയും കിടത്തുകയാണ്. മനുഷ്യനേക്കാളും കഷ്ടമായി പ്രേതങ്ങളിപ്പം. ഞാനൊന്നും കൊന്നിട്ടൊന്നുമില്ല. ഞാനൊരു മനുഷ്യനെ കൊന്നിട്ടില്ല. ഞാൻ ഇനി പ്രിയനെ കൊന്നിട്ടില്ല. ഞാൻ വാടക വീട്ടിൽ വന്നേക്കെ താമസിക്കാൻ വന്നത്. എന്റെ പൊന്നു പ്രേതവേ, അവരോട് ഞാൻ പ്രതികാരം ചെയ്യും. നിങ്ങളെപ്പോലുള്ള പ്രേതങ്ങളുടെ ആവശ്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇവിടെ ആണെങ്കിൽ കൊല്ലും കൊല, അപ്പൻ മകളെ പീഡിപ്പിക്കുന്നു, വഴിയെ പോകുന്ന ട്രെയിനിൽ പോകുന്ന പെണ്ണിനെ പീഡിപ്പിച്ചു കൊല്ലുന്നു, ഇങ്ങനെ എല്ലാം ഇവിടെ കഷ്ടമാണ്. എന്നിട്ട് അവർക്കൊക്കെ ശിക്ഷ കിട്ടും. ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അവരെവിടം വരെ വരും? കൊലശിക്ഷയൊക്കെ വരും, വധശിക്ഷ അതൊക്കെ പറഞ്ഞു വരും. പിന്നെ തൂക്കിലൊന്നും കയറ്റത്തില്ല. അവർക്ക് ജീവപര്യന്തം ആയി കഴിഞ്ഞാൽ അവർ ജയിലിലിട്ട് കഴിഞ്ഞ് സുഖ ഭക്ഷണവും ജിമ്മും എല്ലാ സൗകര്യങ്ങളും, ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ജിമ്മ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ല പുഷ്ടിപ്പായിട്ട് അവരെല്ലാം എന്നാ ചെയ്യും? അവരെ പുറത്തിറങ്ങാൻ എല്ലാ സഹായം ചെയ്യും. നിങ്ങളെപ്പോലുള്ളവരുടെ സഹായം എനിക്കും ആവശ്യമാണ്. മനുഷ്യരുടെ കാര്യത്തേലേ എന്നെ വിശ്വസിക്കേ. മനുഷ്യർ നാറികളാണ്, സത്യം. നാറി ചെറ്റും തെണ്ടിയൊക്കെയാണ് മനുഷ്യര്. എന്നെ വിശ്വസിക്കേ, ഞാൻ പറയുന്ന കേക്ക്. ഞാനിതൊക്കെ കണ്ട് മനുഷ്യന്റെ സ്വഭാവം കൊണ്ട് മടുത്തിരിക്കുന്നത്. എന്ത് വേണം ഞാൻ സഹായം ചെയ്തത്. കാരണം നീതിരായ അവസ്ഥയിലൊന്നും ഞങ്ങൾക്കൊന്നും ഒരു വിശ്വാസമില്ല. ഇപ്പം ഈ പ്രേതങ്ങൾ യഥാർത്ഥമാണ്. നിങ്ങൾ യഥാർത്ഥമാണ്. നിങ്ങൾ ആക്റ്റീവ് ആവേണ്ട സമയം നിങ്ങളുടെ സീസണായത്. അപ്പം തന്നെ തട്ടിക്കൊള്ളണം. ഇപ്പം തന്നെ കണ്ടില്ലേ, കൊച്ചുങ്ങളെ പീഡിപ്പിച്ചു, അവിടെ തട്ടിക്കൊണ്ട് ഇതെല്ലാം കഷ്ടങ്ങളാണ്. പത്രം എടുത്ത് അവൾ സഹിക്കണം. നിങ്ങളാണ് നീതി നടപ്പാക്കേണ്ടത്. ഞാൻ റെഡി. ഓക്കേ, തൊട്ടൂടാ അശുദ്ധമാകും.